ഷാഫി പറമ്പിലിനെതിരായ ആക്രമണത്തിൽ പോലീസിനെതിരായ പ്രതിഷേധം കോൺഗ്രസ് ശക്തമാക്കി. പോലീസിനെതിരെ കടുത്ത വിമർശനമാണ് പേരാമ്പ്രയിലെ പ്രതിഷേധ സംഗമത്തിൽ ഉയർന്നു കേട്ടത്. പോലീസിന്റെ എല്ലാ നടപടികളെയും 6 മാസം കഴിഞ്ഞാൽ UDF ചോദ്യം ചെയ്യുമെന്ന് KC വേണുഗോപാലിന്റെ മുന്നറിയിപ്പ്. പേരാമ്പ്ര ഡിവൈഎസ്പിക്കെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ ഡിവൈഎസ്പിയുടെ വീടിന് മുന്നിൽ പ്രതിഷേധം നടത്തുമെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ വ്യക്തമാക്കി. സംസ്ഥാനത്തുടനീളം വ്യാപക പ്രതിഷേധമാണ് ഇന്നുയർന്നത്. MK രാഘവൻ MP-യുടെ നേതൃത്വത്തിലായിരുന്നു കോഴിക്കോട് IG ഓഫീസിന് മുന്നിൽ പ്രതിഷേധം. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും. ഷാഫി പറമ്പിൽ MPക്ക് മർദ്ദനമേറ്റ പേരാമ്പ്രയിൽ പ്രതിഷേധ സംഗമം നടത്തിയാണ് UDF പോലീസിനും CPIM-നും മറുപടി നൽകിയത്. മിസ്റ്റർ ബൈജു മോനെ, ആ കാക്കിക്കുപ്പായം അവിടെ വെച്ചിട്ടുണ്ടല്ലോ. ജീവിതാവസാനം വരെ പിണറായി മുഖ്യമന്ത്രിയാവുന്നുള്ള മോഹം ആരെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ 6 മാസം കഴിഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾ കാണും. DCC പ്രസിഡന്റ് K പ്രവീൺകുമാറും പോലീസിനെതിരായ പ്രതിഷേധം കടുപ്പിച്ചു. ഞാൻ ഒത്തിരി തവണ പോയി ഇവരോട് അപേക്ഷിച്ചു. കാട്ടുകള്ളൻ സുനിൽ എന്ന DYSPയോട് നാടൻ ഭാഷയെ പറഞ്ഞാൽ ഞാൻ പറയാൻ പാടില്ല. പേരുകെട്ട എരപ്പനോട് ഞാൻ ചോദിച്ചവനോട്, അറിയോ, ഞങ്ങളൊന്ന് ജാഥ വന്ന് പോയിക്കോട്ടെ, ബസ് സ്റ്റാൻഡിലും കൂടി പോയിക്കോട്ടെ. ഇന്ന് KC പറഞ്ഞില്ലേ, എന്നോട് പറയും അങ്ങോട്ട് പോണ്ട, 10-50 ആൾക്കാരുണ്ട് കുന്തം കുടച്ചൊക്കെ എടുക്കുന്നത് പോലെ. അപ്പൊ ഞാൻ ചോദിച്ചല്ല സുല്ല, ഉളുപ്പുണ്ടോ നിനക്ക് ഈ തൊപ്പിയും വെച്ചത് പറയാൻ? തൃശൂരിൽ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എറണാകുളം തോപ്പുംപടിയിലും മട്ടാഞ്ചേരിയിലും ഫോർട്ട് കൊച്ചിയിലും മുഖ്യമന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. കാസർഗോഡ് കാഞ്ഞങ്ങാട് DYSP ഓഫീസിലേക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. വയനാട് കൽപ്പറ്റയിലും കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം നടത്തി. വടകര റൂറൽ SP KE ബൈജുവിന്റെ ചേർത്തലയിലെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. കോലം കത്തിക്കാനെത്തിയ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.